എന്താ അങ്ങനെ നമ്മൾ പാൽച്ചുരം ഇറങ്ങാൻ പോയാണ്. കുറച്ച് റിസ്ക് ആണ്, നമുക്ക് നോക്കാം ഇറങ്ങാൻ പറ്റുമില്ലെന്ന്. ഓക്കെ, വണ്ടി കയറുന്നില്ലേ? കയറുമല്ലോ സുഖമായിട്ട്. നിങ്ങൾക്ക് അപ്പുറത്തെ വന്നാൽ മതിയായിരുന്നു. ലഗേജ് ഒന്നും ഇല്ലല്ലോ, സുഖമായിട്ട് കയറപ്പോ. നിങ്ങൾക്ക് അപ്പുറത്തെ വഴി വന്നൂടെ? നിങ്ങൾ എവിടുന്ന് വരുന്നേ? അപ്പുറത്തെ വന്നാൽ മതിയായിരുന്നു. നമ്മൾ സ്ഥലം പയ്യന്നൂരാണ്, നമ്മൾ ഇന്നലെ വയനാട് പോയത്. പക്ഷെ എന്നാൽ അപ്പുറത്തെ വന്നാൽ മതിയായിരുന്നു. അപ്പുറത്ത് നല്ല ഇറങ്ങുമ്പോൾ അപ്പുറത്ത് ഇറങ്ങി പോന്നാല് അതിൽ കുറച്ച് കുഴപ്പം. ഈടുന്ന് അങ്ങോട്ട് റേറ്റ് പോയാൽ മതി. ഒരാള് സിഗ്നൽ കാണിച്ചു കൊടുക്ക, ഒരാളപ്പുറം ഇപ്പുറം നിന്നോ. കേറാണ്ടൊന്നും ഇല്ല കേട്ടോ. കേറൂലേ? കേറും. കേട്ടണ നമ്മളിങ്ങോട്ട് ആരാക്കോ കേട്ടിത്തരാ. ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങും. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേ, എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് മെല്ലെ മെല്ലെ കയറ്റിക്കോ. മെല്ലെ മെല്ലെ കൊത്തിച്ചാ. ആ ഫസ്റ്റില് ഗിയർ ഇട്ടാ. ആ പോട്ട് പോട്ട്, പേടിക്കണ്ട. അങ്ങനെ അങ്ങനെ കയറ്റിയാൽ മതി. എക്സ്പീരിയൻസ് ഇല്ലേ? ക്ലച്ച് കുറവാ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാം റിസ്ക് പിടിച്ച പരിപാടിയാണ്. അയ്യോ നല്ല ഇറക്കാട്ടോ, കുട്ടൻ ഇറക്കണം. അവർക്ക് സുഖമായിട്ട് കാറ് കയറ്റാൻ പറ്റും, പക്ഷെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇത് ഒരുപാട് ഇതിലെ കാറ് കൊണ്ട് കയറ്റല്ല. ചങ്ങായിക്ക് എക്സ്പീരിയൻസ് കുറവാണ്, അതാണ്. പിന്നെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഇറങ്ങാനുണ്ട് ഇത്ര ഒരുപാട്.
അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൊട്ടൂർ ടെമ്പിളാണ്. എന്താ എന്നാ വേറെ മല്ലുവിനിപ്പോൾ വരും നാട്ടിലേക്ക്? മല്ലു ഈ മാസം ഉണ്ടാവും, 10-ാം തീയതി. വേറെ വേറെ നല്ല നിങ്ങൾ അപ്പം തിരിച്ച് കാസർഗോഡ് അല്ലേ? പയ്യന്നൂര് സോറി. എന്നാൽ ഇതില് കാസർഗോഡ് ക്ലബ്ബ്, ഞാൻ ക്ലബ്ബിലുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ട് തന്നെ പയ്യന്നൂരാണ്. നമ്മൾ ഷബീറിനെ കണ്ടുപിട്ടി. ഇരട്ടി എത്തി, ഇരട്ടി പമ്പ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. ഇരട്ടി വഴിയാണ് പോകുന്നത്, ഇരട്ടി ഇരിക്കൂർ വഴി പോവാ. ഇരിക്കൂർ നല്ല മഴ. അങ്ങനെ നമ്മൾ പയ്യന്നൂരെത്തി. ഇരിക്കൂർ നല്ല മഴയായിരുന്നു, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുക്കായിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8:30 മണിയായി. എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത കാണാം.